Question number 1. Permutations and combinations എന്ന ചാപ്റ്ററിൽ നിന്നുമുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. The number of different 5-digit numbers greater than 50,000 that can be formed using the digit 0, 1, 2, 3, etc. 7 such that the sum of their first and last digits should not be more than 8. അപ്പോൾ നോക്കിയാൽ ഇവിടെ നമുക്ക് കുറേ ഡിജിറ്റ്സ് തന്നിരിക്കുന്നു 0, 1, 2, 3, etc. 7. ഈ ഡിജിറ്റ്സ് യൂസ് ചെയ്തുകൊണ്ട് how many 5-digit numbers can be formed? ശരിയല്ലേ? പക്ഷേ എല്ലാ 5-digit നമ്പേഴ്സും വേണ്ട. എങ്ങനെയുള്ളത് മാത്രം മതി? ഒന്ന്, അത് 50,000-നേക്കാൾ വലുതായിരിക്കണം. രണ്ട്, നമ്മുടെ 5-digit നമ്പറിൻ്റെ ഫസ്റ്റ് ഡിജിറ്റും ലാസ്റ്റ് ഡിജിറ്റും കൂടി ആഡ് ചെയ്താൽ അത് 8-നേക്കാൾ കൂടാനായിട്ട് പാടില്ല. അപ്പോൾ അങ്ങനെയുള്ള എത്ര 5-digit നമ്പേഴ്സ് ഫോം ചെയ്യാൻ പറ്റും എന്നല്ലേ ചോദിച്ചിരിക്കുന്നത്, അല്ലേ? അപ്പോൾ നമുക്കറിയാം 5-digit നമ്പേഴ്സിൻ്റെയൊക്കെ എണ്ണം ചോദിച്ചാൽ അങ്ങനെയുള്ള 5-digit നമ്പേഴ്സ് എത്ര തരത്തിൽ നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും എന്നല്ലേ നോക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി സാധാരണ നമ്മൾ ചെയ്യാറുള്ളത് 5 ബോക്സുകളൊക്കെ വരച്ചു വെക്കും. എന്നിട്ട് ഈ ഓരോ ബോക്സും എത്ര തരത്തിൽ ഫിൽ ചെയ്യാൻ കഴിയും ഇങ്ങനെയല്ലേ നോക്കേണ്ടത്. അപ്പോൾ എന്തായാലും ഇവിടെയും നമുക്കൊരു കാര്യം ചെയ്യാം, 5 ബോക്സുകളൊക്കെ ഒന്ന് വരച്ചു വെക്കാം. ദാ ഈ ഓരോ ബോക്സും എത്ര തരത്തിൽ ഫിൽ ചെയ്യാൻ പറ്റും എന്ന് നോക്കിയാൽ മതിയാകും. ശരിയല്ലേ മക്കളെ, അല്ലേ? യെസ്. പക്ഷേ ഇവിടെ നോക്കി, നമ്മുടെ നമ്പറിന് ചില പ്രത്യേകതകളുണ്ട്. ഒന്നാമത്തെ കാര്യം, നമുക്ക് കിട്ടേണ്ട 5-digit നമ്പർ എന്ന് പറയുന്നത് 50,000-നേക്കാൾ വലുതാകണം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ 5-digit നമ്പറിൻ്റെ ഫസ്റ്റ് ഡിജിറ്റ് എന്ന് പറയുന്നത് ഉറപ്പായിട്ടും 5ഓ അതിനേക്കാൾ കൂടുതലോ ആയിരിക്കണം. ഉറപ്പാണല്ലോ. നമുക്ക് തന്നിരിക്കുന്ന ഡിജിറ്റുകളിൽ 5ഓ അതിനേക്കാൾ കൂടുതലോ ആയിട്ട് 5ഉം 6ഉം 7ഉമാണ്. അപ്പോൾ അതുകൊണ്ട് ഫസ്റ്റ് പൊസിഷനിൽ എനിക്ക് 5ഓ 6ഓ 7ഓ മാത്രമേ എടുത്തു വെക്കാനായിട്ട് പറ്റുള്ളൂ. ക്ലിയർ അല്ലേ? യെസ്. ഇനി മാത്രമല്ല മറ്റൊരു കണ്ടീഷൻ കൂടിയുണ്ട്. ലാസ്റ്റ് ഡിജിറ്റ്, ഫസ്റ്റ് ഡിജിറ്റിൻ്റെയും ലാസ്റ്റ് ഡിജിറ്റിൻ്റെയും സം എന്ന് പറയുന്നത് 8-നേക്കാൾ കൂടാൻ പാടില്ല. 8 അല്ലെങ്കിൽ അതിനേക്കാൾ കുറവായിരിക്കണം. അപ്പോൾ ഫസ്റ്റ് ഡിജിറ്റ് നിങ്ങൾ 5 ആയിട്ടാണ് എടുക്കുന്നതെങ്കിൽ ലാസ്റ്റ് ഡിജിറ്റ് തന്നിരിക്കുന്ന ഡിജിറ്റ്സ് ഉപയോഗിച്ച് നോക്കിയാൽ 0 ആകാം, 1 ആകാം, 2 ആകാം, അതല്ലെങ്കിലോ 3 ആകാം. ശരിയാണല്ലോ. 4 ആകാൻ പറ്റില്ല, കാര്യം സം അപ്പോൾ 8-നേക്കാൾ വലുതായി പോകും. ഇനി ഇതേപോലെ തന്നെ ഫസ്റ്റ് ഡിജിറ്റിൽ 6 ആണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ ലാസ്റ്റ് ഡിജിറ്റായിട്ട് 0യോ 1ഓ 2ഓ മാത്രമേ പറ്റുള്ളൂ, അല്ലേ? കാരണം സം ഓഫ് ദ ഡിജിറ്റ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കണം? ഫസ്റ്റ് ഡിജിറ്റിൻ്റെയും ലാസ്റ്റ് ഡിജിറ്റിൻ്റെയും സമ്മ് 8ൽ കൂടാൻ പാടില്ല. അതുപോലെ ഫസ്റ്റ് ഡിജിറ്റ് 7 എടുത്താൽ ലാസ്റ്റ് ഡിജിറ്റ് 0 അല്ലെങ്കിൽ 1 ആയിട്ടല്ലേ എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഓരോ കേസും നമുക്കൊന്ന് നോക്കാം. ആദ്യം ഞാൻ ഫസ്റ്റ് ഡിജിറ്റ് 5 ആകുന്ന കേസ് നോക്കുന്നു. ഫസ്റ്റ് ഡിജിറ്റ് 5 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് പൊസിഷൻ എനിക്ക് ഒരു തരത്തിൽ മാത്രമല്ല ഫിൽ ചെയ്യാൻ പറ്റുള്ളൂ, 5 വെച്ച് മാത്രം. ശരിയല്ലേ? പക്ഷേ ഫസ്റ്റ് ഡിജിറ്റ് 5 എടുത്താൽ ലാസ്റ്റ് ഡിജിറ്റ് 4 ഡിഫറൻറ്റ് വേസിൽ എനിക്ക് ഫിൽ ചെയ്യാൻ പറ്റുമല്ലോ. അപ്പോൾ ലാസ്റ്റ് ഡിജിറ്റ് എനിക്ക് 4 വേസിൽ ഫിൽ ചെയ്യാൻ പറ്റും, അല്ലേ? ലാസ്റ്റ് പൊസിഷൻ. ക്ലിയർ അല്ലേ? ഇനിതാ ഈ 3 പൊസിഷൻസിൻ്റെ കാര്യമോ? രണ്ടാമത്തെ പൊസിഷൻ ഏത് ഡിജിറ്റ് വേണമെങ്കിലും അവിടെ കൊടുക്കാം, അല്ലേ? യാതൊരു റെസ്ട്രിക്ഷനുമില്ല. നമുക്ക് ടോട്ടൽ 8 ഡിജിറ്റ്സ് അല്ലേ തന്നിരിക്കുന്നത്. ആ 8 ഡിജിറ്റ്സിൽ ഏത് വേണമെങ്കിലും എനിക്ക് സെക്കൻഡ് പൊസിഷനിൽ വെക്കാം. ശരിയാണല്ലോ? 8 വേസ്, അല്ലേ? റെപ്പിറ്റേഷൻ ഓഫ് ഡിജിറ്റ്സ് ഒക്കെ പോസിബിൾ ആണ്. കാരണം എന്താ? നമ്മുടെ അടുത്ത് 5-digit നമ്പർ എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഒരു നമ്പറിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഡിജിറ്റ്സ് ഒക്കെ റിപ്പീറ്റ് ചെയ്ത് വരാമല്ലോ. അപ്പോൾ അതുകൊണ്ട് എടുത്ത നമ്പർ വീണ്ടും എടുക്കാം. സോ രണ്ടാമത്തെ പൊസിഷൻ 8 ഡിഫറെൻറ്റ് വേസിൽ നമുക്ക് ഫിൽ ചെയ്യാം. ഇതേപോലെ തന്നെയാണ് അടുത്ത പ്ലേസും, അല്ലേ? അവിടെയും നമുക്ക് തന്നിരിക്കുന്ന 8 ഡിജിറ്റ്സിൽ ഏത് വേണമെങ്കിലും എടുത്തു വെക്കാം. 8 ഡിഫറെൻറ്റ് വേസ്. അടുത്തതും 8 വേസിൽ. ഇത് മനസ്സിലായല്ലോ, അല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ ടോട്ടൽ എത്ര വേസിലാണ് പറ്റുക? 1 × 8 × 8 × 8 × 4. വേണമെങ്കിൽ അതിനെ 4 × 8 ക്യൂബ് എന്ന് എഴുതാം. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് രണ്ടാമത്തെ കേസ് എടുക്കാം. എന്താ രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് പൊസിഷനിൽ എന്ത് വരിക? 6 വരിക. അപ്പോൾ ഞാൻ ഫസ്റ്റ് പൊസിഷനിൽ 6 വെച്ചു. അപ്പോൾ ഫസ്റ്റ് പൊസിഷൻ എനിക്ക് ഒരു തരത്തിലല്ല ഫിൽ ചെയ്യാൻ പറ്റുള്ളൂ. ആ കേസിൽ ലാസ്റ്റ് ഡിജിറ്റ് 3 രീതിയിൽ നമുക്ക് കൊടുക്കാം. 0 അല്ലെങ്കിൽ 1 അല്ലെങ്കിൽ 2, അല്ലേ? അപ്പോൾ ലാസ്റ്റ് പൊസിഷൻ 3 വേസിൽ നിറയ്ക്കാം. ഇനി നേരത്തെ പറഞ്ഞതുപോലെ സെക്കൻഡ് പൊസിഷൻ 8 ഡിഫറെൻറ്റ് വേസ്, തേർഡ് 8, ഫോർത്ത് 8, അല്ലേ? അവിടെയൊക്കെ ഏത് ഡിജിറ്റ് വന്നാലും കുഴപ്പമില്ല, കാര്യം അവിടെയൊന്നും റെസ്ട്രിക്ഷൻസ് ഇല്ല. ക്ലിയർ അല്ലേ? യെസ്. അപ്പോൾ ഇത് 1 × 8 × 8 × 8 × 3 അഥവാ 3 × 8 ക്യൂബ് വേസിലല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുക. ഇനി അടുത്ത തേർഡ് കേസ്, ലാസ്റ്റ് കേസ് എടുക്കാം. തേർഡ് കേസ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ തേർഡ് കേസിൽ ഫസ്റ്റ് പൊസിഷനിൽ എന്ത് വരുന്ന കേസാണത്? ഫസ്റ്റ് പൊസിഷനിൽ നമുക്ക് എന്ത് കിട്ടണം?
7. അപ്പോൾ ഫസ്റ്റ് പൊസിഷനിൽ ഞാൻ എന്ത് ചെയ്തു? 7 വെച്ചു. ഫസ്റ്റ് പൊസിഷൻ 7 വെച്ച് നിറയ്ക്കുക എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് പൊസിഷൻ ഒരു തരത്തിലേ എനിക്ക് ഫിൽ ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ? ഇനി ആ കേസിൽ ലാസ്റ്റ് പൊസിഷനോ 2 ഡിഫറൻറ്റ് വേസിൽ ഫിൽ ചെയ്യാൻ പറ്റും അല്ലേ? 2 വേസ്. ഇനി ബാക്കിയുള്ള ഓരോ പൊസിഷനും എനിക്ക് 8 വേസിലല്ലേ ഫിൽ ചെയ്യാൻ പറ്റുക, നേരത്തെ പോലെ തന്നെ. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ നമ്പർ ഓഫ് വേസ് 1 × 8 × 8 × 8 × 2, അതായത് 2 × 8 ക്യൂബ് അല്ലേ വരുന്നത്. ക്ലിയർ ആണല്ലോ അല്ലേ? 2 × 8 ക്യൂബ് വരും. അപ്പോൾ ടോട്ടൽ എത്രയാണ് കിട്ടുക? അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് നമ്പേഴ്സ് ഇസ് ഈക്വൽ ടു, ഇതെല്ലാം കൂടി ആഡ് ചെയ്താൽ പോരെ, 4 × 8 ക്യൂബ് പ്ലസ് 3 × 8 ക്യൂബ് പ്ലസ് 2 × 8 ക്യൂബ്. ശരിയാണല്ലോ? എല്ലാം കൂടെ ആഡ് ചെയ്താൽ 9 × 8 ക്യൂബ് എന്ന് കിട്ടും അല്ലേ? അതായത് 9 × എന്താ 8 ക്യൂബ് എന്ന് പറഞ്ഞാൽ 8 × 8 × 8. വേണമെങ്കിൽ 8നെ 2 ക്യൂബ് എന്ന് വിചാരിക്കാം. 2 ക്യൂബിൻ്റെ ക്യൂബ് എന്ന് പറഞ്ഞാൽ 2⁻9 ആണ്. അതായത് 512 ആണ് നമുക്ക് കിട്ടുന്നത് അല്ലേ? 512 4608 എന്ന് കിട്ടും. അപ്പോൾ 4608 നമ്പേഴ്സാണ് നമുക്ക് ഫോം ചെയ്യാൻ പറ്റുന്നത്. പക്ഷേ ഒരു ചെറിയ പ്രശ്നമുണ്ടല്ലോ. എന്താ അത്? നോക്കിയേ, ഈ ആദ്യത്തെ കേസ് നമ്മളൊന്ന് പരിഗണിച്ചാലേ, ആദ്യത്തെ കേസിൽ ഫസ്റ്റ് ഡിജിറ്റ് എന്ന് പറയുന്നത് 5 ആണല്ലോ. ഇനി സെക്കൻഡ് പൊസിഷനിൽ നമുക്ക് ഏത് ഡിജിറ്റും വെക്കാം എന്നല്ലേ പറഞ്ഞത്? അങ്ങനെയാണെങ്കിൽ അവിടെ 0 വെച്ചാലും കുഴപ്പമില്ല. അതുപോലെയാണ് തേർഡും അതുപോലെ ഫോർത്തും, അവിടെയെല്ലാം ഏത് ഡിജിറ്റ് വേണമെങ്കിലും വെക്കാം. അപ്പോൾ 0 വേണമെങ്കിലും ആകാമല്ലോ. ഇനി അതുപോലെ ലാസ്റ്റ് പൊസിഷനിൽ ഏതാ? ഈ 4 ഡിജിറ്റ്സ് അല്ലേ നമുക്ക് കൊടുക്കാൻ പറ്റുന്നത്. അതിനകത്ത് 0 വരുന്നുണ്ട്. അപ്പോൾ അത് 0 വേണമെങ്കിലും ആകാമല്ലോ. ചുരുക്കി പറഞ്ഞാൽ ഈ 4 × 8 ക്യൂബ് എന്ന് നമ്മൾ പറഞ്ഞപ്പോൾ അതിനകത്ത് ഒരു നമ്പർ എന്ന് പറയുന്നത് 50,000 തന്നെയാണ്. പക്ഷേ 50,000 പറ്റില്ല. 50,000-നേക്കാൾ വലിയ നമ്പറല്ല നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കേസിൽ നിന്നും നമുക്ക് എന്ത് എക്സ്ക്ലൂഡ് ചെയ്യണം? 50,000-നെ എക്സ്ക്ലൂഡ് ചെയ്യണം അല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് 4608-ൽ നിന്നും 1 കളഞ്ഞ് 4607 എടുത്താൽ മതിയാകുമല്ലോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഫൈനൽ ആൻസർ വന്നിരിക്കുന്നത് ഓപ്ഷൻ 4 ആണ്. സോ ഓപ്ഷൻ 4 ഈസ് കറക്റ്റ്.